ഇന്ന് നമുക്ക് നല്ല രുചിയായിട്ടുള്ള പൊരിച്ച പത്തിരി ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമേ തന്നെ അരക്കപ്പ് തേങ്ങയിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതയ്ക്കണം. പിന്നെ മീഡിയം സൈസിലെ 8 ചുവന്നുള്ളിയും 3 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതയ്ക്കണം. ഒരുപാട് ചതയ്ക്കരുത്. പിന്നെ പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഉള്ളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു മഞ്ഞ നിറമൊക്കെ ആയാൽ മതി. ഇപ്പം മഞ്ഞ നിറം ഒന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 3 കപ്പ് വെള്ളം, 250 ml കപ്പിൽ 3 കപ്പ് വെള്ളം. ഇത് നല്ലതായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. എന്നിട്ട് ഇതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് പത്തിരിപ്പൊടി, 1/2 കപ്പ് പുട്ടുപൊടി എടുത്തേക്കുന്നത്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് ഈ ചതച്ച തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും 1/2 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. നല്ലതായിട്ടൊന്ന് കുഴയ്ക്കണം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. കൈ കൊണ്ട് ഒരു 1/2 ഇഞ്ച് സൈസിലൊക്കെ വേണം പരത്താൻ. എന്നിട്ട് ചെറുതായിട്ട് ഈ ചപ്പാത്തി കോല് കൊണ്ട് ഒന്ന് പരത്തണം. പിന്നെ ഇതുപോലെ വക്കമുള്ള ഒരു ഗ്ലാസ് കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഈ ഒരു സൈസിലെടുക്കണം. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഈ ഒരു കളറാക്കി എടുക്കണം. അപ്പോൾ ഇത് സ്നാക്സായിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. ഇറച്ചിക്കറിയൊക്കെ കൂട്ടി നല്ല രുചിയുള്ളൊരു പത്തിരി ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്